ശ്രീമദ് ഭഗവത്ഗീത 8-ാം അധ്യായം. അക്ഷര ബ്രഹ്മ യോഗം. അർജുനൻ പറയുന്നു: കിം തത് ബ്രഹ്മ കിമധ്യാത്മം കിം കർമ്മ പുരുഷോത്തമം അധിഭൂതം ച കിം പ്രോക്താമധിദൈവം കിമുച്യതേ. അല്ലയോ കൃഷ്ണ, ആ ബ്രഹ്മം എന്താണ്? അധ്യാത്മം എന്താണ്? കർമ്മം എന്ത്? അധിദൈവം എന്ത്? അധിയജ്ഞഃ കഥം ഗോത്രാ ദേഹ്യസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോസ്യ നേതാത്മഭീം. അല്ലയോ കൃഷ്ണ, അധിയജ്ഞൻ ആരാണ്? ഈ ദേഹത്തിൽ എങ്ങനെയാണ് അധിയജ്ഞൻ ഇരിക്കുന്നത്? മരണകാലത്തിൽ മനസ്സിനെ നിയന്ത്രിച്ചിട്ടുള്ളവർ അങ്ങയെ എങ്ങനെ അറിയുന്നു? കൃഷ്ണ ഭഗവാൻ പറയുന്നു: അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോധ്യാത്മമുച്യതേ ഭൂതഭാവോത്ഭവകരോ വിസർഗഃ കർമ്മ സഞ്ചിതഃ. അനശ്വരവും സർവോത്കൃഷ്ടമായിട്ടുള്ളതാണ് ബ്രഹ്മം. ബ്രഹ്മത്തിൻ്റെ ഭാവമാണ്, അല്ലെങ്കിൽ ജീവസ്വരൂപത്തിലുള്ള ഭാവമാണ് അധ്യാത്മം. സർവഭൂതങ്ങളുടെയും ആവിർഭാവത്തിനും അഭിവൃദ്ധിക്കും കാരണമായുള്ള യജ്ഞമാണ് കർമ്മം. അതിഭൂതം ക്ഷരോഭാവഃ പുരുഷശ്ച അധിദൈവതം അധിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹം ഭൃതാം വരാം. അർജുന, നശ്വരങ്ങളായ പദാർത്ഥങ്ങൾ അതിഭൂതമാണ്. വിരാട് പുരുഷനെ, അല്ലെങ്കിൽ സർവ്വദേവതകൾക്കും അധിപതിയായി സൂര്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാംശത്തെ അധിദൈവതം എന്ന് പറയുന്നു. ഈ ശരീരത്തിൽ ഞാൻ തന്നെയാണ് അധിയജ്ഞനായി ഇരിക്കുന്നത്. അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കലേബരം യഹ പ്രയാതി സമൽഭാവം യാതി നാസ്തിത്ര സംശയഃ. മരണകാലത്തിൽ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരത്തെ ത്യജിച്ചു പോകുന്നവൻ എൻ്റെ ഭാവത്തെ പ്രാപിക്കുന്നു. ഇതിൽ സംശയമില്ല. യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേപരം തം തമേവ ഇതി കൗന്ദേയ സദാ തൽഭാവഭാവിതഃ. മരണകാലത്തിൽ അവൻ ഏതൊരു ഭാവത്തെ സ്മരിച്ചുകൊണ്ട് ദേഹത്തെ വെടിയുന്നുവോ എപ്പോഴും ആ ഭാവത്തെ തന്നെ വിചാരിച്ചുകൊണ്ട് അതിനെ തന്നെ പ്രാപിക്കുന്നു. തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മരയുധ്യ ച മയ്യർപദമനോബുദ്ധിർ മാമേവൈഷ്യസ്യ സംശയഃ. അതുകൊണ്ട് എല്ലായ്പ്പോഴും നീ എന്നെ തന്നെ സ്മരിക്കുക. അങ്ങനെ നീ യുദ്ധം ചെയ്യുക. മനസ്സും ബുദ്ധിയും എന്നിൽ സമർപ്പിച്ചാൽ നീ എന്നെ തന്നെ നിസ്സംശയം പ്രാപിക്കും. അഭ്യാസ യോഗയുക്തേന ചേതസാ നന്യഗാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ. അർജുന, അഭ്യാസം കൊണ്ടുണ്ടായ ഏകാഗ്രതയോട് കൂടി മറ്റൊന്നിനെപ്പറ്റിയും വിചാരിക്കാതെ ദിവ്യമായ പരമപുരുഷനെ സ്മരിക്കുന്നവൻ ആ പരമപുരുഷനെ തന്നെ പ്രാപിക്കുന്നു. കവിം പുരാണമനുശാസിതാരമണോരണീയം സമനസ്മരേദ്യഹം സർവസ്യ ധാതാരമചിന്യരൂപമാദിത്യവർണം തമസഃ പരസ്തം. പ്രയാണകാലേ മനസാചലേന ഭക്ത്യായുക്തോ യോഗബലേന ചൈവ ഭ്രുവോ മധ്യേ പ്രാണമാവേശ്യ സമ്യക് സതം വരം പുരുഷമുപൈതി ദിവ്യം. മരണകാലത്തിൽ പ്രാണവായുവിനെ പുരികങ്ങൾക്കിടയിൽ ശരിയായി നിർത്തി നിശ്ചല മനസ്സോടും ഭക്തിയോടും ധ്യാനശക്തിയോടും കൂടി സർവജ്ഞനും അനാദ്യനും സർവനിയന്താവും അണുവിനേക്കാൾ സൂക്ഷ്മമായുള്ളവനും സർവസംരക്ഷകനും വിചാരിച്ചാൽ വയ്യാത്ത രൂപത്തോടു കൂടിയവനും ആദ്യത്തിനെ പോലെ ശോഭിക്കുന്നവനും അജ്ഞാനത്തെ അതിക്രമിച്ചവനുമായ പുരുഷനെ സ്മരിക്കുന്നവൻ ദിവ്യമായ ആ പരമാത്മാവിനെ പ്രാപിക്കുന്നു. യദക്ഷരം വേദവിദോ വദന്തി വിസന്തി യദ്യതയോ വീതരാഗ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവശ്യേ. ദേവന്മാർ ഏതൊന്നിനെ അനശ്വരമെന്ന് പറയുന്നുവോ, രാഗദ്വേഷങ്ങളില്ലാത്ത മുനികൾ ഏതൊന്നിനെ പ്രാപിക്കുന്നുവോ, ഏതൊന്നിനെ ആഗ്രഹിച്ചിട്ട് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നുവോ ആ പദത്തെ ചുരുക്കി ഞാൻ നിന്നോട് പറയാം. സർവദ്വാരാണി സംയമ്യ മനോഹൃതി നിരുദ്ധ്യ ച മൂർധന്യാധ്യായാത്മനഃ പ്രാണാമസ്ഥിതോ യോഗധാരണം. ഓമിത്യേകാക്ഷരം ബ്രഹ്മം വ്യാഹരൻ മനുസ്മരൻ യഹ പ്രജ്ഞാതി ത്യജൻ ദേഹം സയാതി പരമാം ഗതിം. സർവേന്ദ്രിയങ്ങളെയും അടക്കി മനസ്സിനെ മനസ്സിൽ നിന്ന് വെളിയിൽ വിടാതെ തടുത്ത് പുരികങ്ങൾക്കിടയിൽ പ്രാണവായുവിനെ നിർത്തി യോഗാവസ്ഥയെ അവലംബിച്ച് മഹത്തായ ഓം എന്ന ഏകാക്ഷരത്തെ ഉച്ചരിച്ച് എന്നെ സ്മരിച്ചുകൊണ്ട് ദേഹം വെടിഞ്ഞു പോകുന്നവൻ പരമഗതിയെ പ്രാപിക്കുന്നു.